അത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ത്രീയുടെ വൈകൃതങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. അപ്പൊ അവരെ ബേസ് ചെയ്തൊരു സിനിമയാണ് സാർ എടുത്തതെങ്കിൽ അതുപോലെ തന്നെ അതിനെതിരായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങുകയാണെങ്കിൽ സാറിന് ഒരു ദിവസമെങ്കിലും ഈ സിനിമ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല. ആദ്യം അത് പറയാം. കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല. കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അതെൻ്റെ നിലപാടാണ്. അല്ല, കഥയിലും എനിക്ക് പറ്റാത്ത, എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലല്ലോ, ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയുള്ളൊരു വൈകല്യങ്ങളുള്ളവർക്ക് മാത്രമേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണത്. അങ്ങനെയുള്ള വൈകല്യങ്ങളും അങ്ങനെയുള്ള വിവേകാനന്ദൻ്റെ ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടാതെ പോകുന്നതും അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉണ്ടാവുന്നതും എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. അതൊരു അസുഖം ആയിരിക്കാം. അതങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം ഒരു സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ഇന്ന് വേണ്ടിയിരുന്നതാണ്. ഒരു സീനിയറായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ശരി, ഇത് വളരെ നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത, ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരൂ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാനും. അദ്ദേഹത്തെ ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും വിട്ടുപോയതാണ്.